ഓഗസ്റ്റ് 9, 2023 എറണാകുളത്തെ കല്ലൂരിനടുത്തുള്ള പൊട്ടക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു ഓയോ റൂമിൽ രാത്രി ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ടാവും. അവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു പെൺകുട്ടി കരയുന്നതും അതുപോലെ തന്നെ ഒച്ച വെക്കുന്നതുമായിട്ടുള്ള സൗണ്ട് ആ ഒരു റൂമിൽ താമസിക്കുന്ന ആളുകളും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലുള്ള ആളുകളും കേൾക്കുകയാണ്. സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഇങ്ങനത്തെ സൗണ്ട് കേട്ടപ്പോൾ ആളുകൾ ചെന്ന ഒരു മുറിയൊക്കെ തട്ടി നോക്കി. എന്നാൽ ആരും തന്നെ അത് തുറന്നില്ല. ഉടനെ തന്നെ അവർ പോലീസിനെ ഇൻഫോം ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ പോലീസുകാർ സ്ഥലത്തെത്തി. രണ്ടാമത്തെ നിലയിലായിരുന്നു ആ ഒരു മുറി ഉണ്ടായിരുന്നത്. ആ ഒരു മുറി ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ഒരു പെൺകുട്ടി ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത്. ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പെൺകുട്ടി. അപ്പോൾ ആരാണ് ആ ഒരു പെൺകുട്ടി? എന്താണ് ആ പെൺകുട്ടിക്ക് അവിടെ അന്ന് സംഭവിച്ചത്? അതുപോലെ തന്നെ പോലീസുകാർ ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. പോലീസുകാരങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം രാത്രി ഒരു 9 മണി ടൈം ആയപ്പോഴാണ് നല്ല രീതിയിലുള്ള ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നത്, കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ ചെന്നിട്ട് ഒരു മുറി തട്ടി നോക്കി. എന്നാൽ അത് ആരും ഓപ്പൺ ചെയ്തില്ല. അപ്പോൾ കെയർ ടേക്കറോട് വിവരം പറയാമെന്ന് വിചാരിച്ചിട്ട് അവർ കെയർ ടേക്കറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ കെയർ ടേക്കറിനെ അവരവിടെ കണ്ടില്ല. അപ്പോൾ ഈ കെയർ ടേക്കർ ആയിരിക്കുമോ ആ പെൺകുട്ടിയെ അപായപ്പെടുത്തിയത് എന്നുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ടാവുകയാണ്. അതിനുശേഷമാണ് ഇതുപോലെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ പോലീസുകാരെത്തി നോക്കുമ്പോഴായിരുന്നു ആ ഒരു കാഴ്ച കാണുന്നത്. ആ സമയത്ത് തന്നെ പോലീസുകാർ ഉടനെ തന്നെ ആംബുലൻസ് വരുത്തുകയും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും ചെയ്തു. ഈ ഒരു തിക്കിൻ തിരക്കിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരൻ ഒരാളെ കാണുകയാണ്. ആള് നിന്ന് പരിങ്ങുന്നതായിട്ട് ഇയാൾക്ക് തോന്നുകയാണ്. അങ്ങനെ ആ ഒരു പോലീസുകാരൻ ഇതിൻ്റെ ഇടയിലും അയാളെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. ആൾ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഫുൾ ഓഫായിരുന്നു. പോലീസുകാർ ചോദിക്കുന്ന ചോദ്യത്തിന് പോലും മര്യാദക്ക് മറുപടി പറയാൻ സാധിക്കാത്ത അത്ര രീതിയിൽ ആൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പോലീസിനും ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് കെയർ ടേക്കർ തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചതെന്നുള്ളത്. അപ്പോൾ ആരാണ് ആ കെയർ ടേക്കർ? പോലീസുകാരന് സംശയം തോന്നിയിട്ട് ഒരാളെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ കള്ളുടിച്ച ആൾ. അയാളായിരുന്നു കെയർ ടേക്കർ. അങ്ങനെ പോലീസുകാർ ആളെ കസ്റ്റഡിയിലെടുത്തു. നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. ആണോ അല്ലയോന്നോ എന്താന്ന് പോലും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ആൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത്രത്തോളം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്ക് ബോധം വരാനായിട്ട് പോലീസുകാർ വെയിറ്റ് ചെയ്യുകയാണ്. ഇതേ സമയം ആ പെൺകുട്ടിയുടെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബോഡി ഓട്ടോപ്സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അങ്ങനെ പിറ്റേ ദിവസമായി, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 10, 2023 ഈ കെയർ ടേക്കർക്ക് ബോധം വന്നു. അയാളോട് പോലീസുകാർ ചോദിക്കുകയും ചെയ്തു, നീയാണോ ഈ ഒരു കൃത്യം ചെയ്തതെന്ന്. അയാൾ അത് സമ്മതിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ വളരെ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച കൂടെ പോലീസുകാർ കാണുകയാണ്. അതായത് ഈ കെയർ ടേക്കറുടെ ഇപ്പോൾ ഫോൺ പോലീസുകാർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ലാസ്റ്റ് മൊമെന്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. എന്തിനായിരിക്കും ഇയാൾ ഈ ഒരു പെൺകുട്ടിയെ കൊന്നത്? അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? അതിലോട്ടൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. കോട്ടയം ചങ്ങനാശ്ശേരിയിലായിരുന്നു ഈ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്. 27 വയസ്സായിരുന്നു പ്രായം. എറണാകുളത്തായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. ജോലി ആവശ്യത്തിനായിരുന്നു എറണാകുളത്തോട്ട് എത്തിയിട്ടുണ്ടായത്. അതായത് ഒരു ലാബ് ടെക്നീഷ്യനൊക്കെ ആയിട്ടായിരുന്നു അവർ വർക്ക് ചെയ്യുന്നുണ്ടായത്. രേഷ്മ വീട്ടിലോട്ട് പോയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഈ ജോലി തിരക്കും മറ്റൊക്കെ കാരണം കൃത്യമായിട്ടുള്ള ലീവൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ കുറേ നാളായിട്ടുണ്ടായിരുന്നു പാരൻസിനൊക്കെ കണ്ടിട്ട്. അപ്പോൾ പാരൻസ് ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു, അതായത് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഓണത്തിന് എന്തായാലും ഞാൻ ലീവിന് വരാം, നമുക്ക് ആഘോഷിക്കാമെന്ന് രേഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ദിവസത്തിന് മുൻപ് രേഷ്മയുടെ ചേതനേറ്റ ശരീരമായിരുന്നു ആ വീട്ടിലോട്ട് എത്തിയത്. ഈ കെയർ ടേക്കറുടെ പേര് നൗഷിദ് എന്നായിരുന്നു. ആളൊരു കോഴിക്കോടുകാരനായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെ ഏകദേശം ഒരു 3 വർഷം മുമ്പായിരുന്നു പരിചയപ്പെടുന്നത്. അതിനുശേഷം ആ ഒരു പരിചയം പതിയെ നല്ല രീതിയിലുള്ളൊരു സുഹൃത്ത് ബന്ധമായി. അതിനുശേഷം അതൊരു പ്രണയവുമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 2021 ഈ ഒരു നൗഷിദ് എന്ന് പറയുന്ന ആള് ബാറിൽ വെച്ചിട്ട് അടിപിടി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പേരിൽ കേസ് ആവുകയും അതുപോലെ തന്നെ ആൾ കുറച്ച് നാൾ ജയിലിൽ പോയി കിടക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായി. നൗഷിദ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇവർക്കിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നൗഷിദിന് രേഷ്മയെ സംശയമായിരുന്നു. താൻ ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ രേഷ്മ വേറെ ആരുടെയൊക്കെയോ കൂടെ കറങ്ങി നടന്നിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിലുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് രേഷ്മ തനിക്കെതിരെ കൂടോത്രം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ളൊരു സംശയം കൂടെ ഇയാൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ബാക്ക് സ്റ്റോറി ആയിട്ട് ആൾ പറയുന്ന ചില കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഇയാളും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയും കിടന്നുറങ്ങുമായിരുന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ ആളുടെ വായിൽ ചെറുതായിട്ട് രക്തം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളും കാര്യങ്ങളും വരാറുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ഇഞ്ചക്ഷൻസും മറ്റും കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മരുന്നുകളും മറ്റും കൊടുക്കാറുണ്ടായിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ഈ ഇടയ്ക്കാണ് നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവൾ എന്തെങ്കിലും തന്നെ ചെയ്തിട്ടായിരിക്കും എന്നുള്ളൊരു തോട്ട് ഇയാൾക്ക് വരികയാണ്. അതിൻ്റെ ഇടയിലാണ് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേഷ്മ ഈ ഒരു നൗഷിദിനോട് പറയാണ് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് ഒറ്റയ്ക്ക് താമസിക്കാം, അതായത് ലിവിങ് ടുഗദർ ആയിട്ട് താമസിക്കാമെന്ന് പറയാണ്. എന്നാൽ നൗഷിദ് അതിന് സമ്മതിച്ചില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു നൗഷിദിന് രേഷ്മയെ നല്ല സംശയമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു രേഷ്മ തനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആൾ അതിനെ സമ്മതിക്കാതിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടോ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു തവണ പോലും ആൾ രേഷ്മനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത്. നൗഷിദ് അങ്ങനെ രേഷ്മനോട് പറയാണ്, നിനക്ക് എന്നെ കാണുന്നത് തോന്നുമ്പോൾ നിനക്ക് ഇങ്ങോട്ട് വരാം, അതുപോലെ തന്നെ എനിക്ക് നിന്നെ കാണുന്നത് തോന്നുമ്പോൾ ഞാൻ വിളിക്കാം, അപ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ കാണാമല്ലോ, പിന്നെ എന്തിനാണ് വേറൊരു സ്ഥലം, അതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ് എടുത്ത് മാറണ്ട, ലിവിങ് റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ആൾ ഈ ഒരു പെൺകുട്ടിയോട് പറഞ്ഞത്. എന്നാൽ ഈ ഒരു പെൺകുട്ടി അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ വിഷമമൊക്കെ വരികയാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഈ പെൺകുട്ടി തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുകയാണ്. നൗഷിദിൻ്റെ ശരീരത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ സെക്ഷൽ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി മോശമായിട്ട് ഈ ഒരു പെൺകുട്ടി സുഹൃത്തുക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ടാണ് പറയുന്നത്. എന്നാൽ ഇത് കറങ്ങി തിരിഞ്ഞ് ഇയാളുടെ ചെവിയിലും എത്തുകയാണ്. ഇത് കേട്ടപ്പോൾ നൗഷിദിന് രേഷ്മയോട് തീർത്താൽ തീരാത്ത പക തോന്നുകയാണ്. അങ്ങനെയാണ് ഓഗസ്റ്റ് 9, 2023 ആ ഒരു ഓയോ റൂംസിലോട്ട് ഈ ഒരു രേഷ്മയെ അയാൾ വിളിച്ചു വരുത്തുന്നത്. വന്നതിന് ശേഷം സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു മുറിയിലോട്ട് കൊണ്ടുപോയി അതിനുശേഷം തൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ് ഇയാൾ ചെയ്തത്. ജസ്റ്റ് ചോദിക്കുകയല്ല, നല്ല രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ആൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അതിൽ ചോദിക്കുന്നുണ്ട് നീ കൂടോത്രം ചെയ്തില്ല എന്നൊക്കെ ഉള്ളത്. എന്നാൽ ആ പെൺകുട്ടി ഞാൻ ആർക്കെതിരെയും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു മറുപടി പറഞ്ഞത്. അങ്ങനെ വളരെ ക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ ഇതേപോലെ തന്നെ മർദ്ദിച്ചപ്പോൾ അവസാനം ആ ഒരു പെൺകുട്ടി തന്നെ പറയാണ്, എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ, എന്നെ അങ്ങ് കൊന്നു കളയാൻ. അപ്പോൾ അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി എടുത്തുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നതാണ് പറയുന്നത്. ഏകദേശം 20ഓളം തവണ കുത്തിയിട്ടാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. ആ ഒച്ചയും ബഹളവുമാണ് ആളുകൾ കേട്ടതും അതിനുശേഷമാണ് പോലീസിനെ വിവരം അറിയിച്ചതും. ഇയാൾ കുത്താൻ ഉപയോഗിച്ച കത്തി അടുത്ത് തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതും പോലീസുകാർ കണ്ടെത്തുകയും ചെയ്തു. പിന്നെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ആൾ മോട്ടീവ് അടക്കം മാറ്റി മാറ്റി പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അതായത് തനിക്കെതിരെ കൂടോത്രം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും അതുപോലെ തന്നെ തന്നെക്കുറിച്ച് മോശമായിട്ട് ആളുകളുടെ അടുത്ത് പറഞ്ഞ് നടന്നത് കൊണ്ടാണെന്നും അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞതായിട്ടും പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ഇപ്പോൾ നൗഷിദ് ജയിലിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.